ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ പൂവാണ് കേട്ടോ. റെഡ്, ഫുൾ റെഡാണ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് അല്ല, റെഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ തമ്പലൈനിൽ കണ്ടപോലെ തന്നെ കമൻറ്റ് ചെയ്യും, ലൈക്കുകൾ നേടും, ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ നേടും കേട്ടോ. അപ്പോൾ ഇത് ഏത് പ്ലാന്റാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പം എനിക്കൊരു കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, ഒരുപാട് പേർക്ക് ഈ വീഡിയോകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വാങ്ങാൻ പൈസ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാവുന്നവരുണ്ട്, വാങ്ങാൻ പൈസ ഇല്ലാത്തവരുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്ലാന്റുകൾ വേണോ, നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾക്ക് കൂടുതൽ ലൈക്കുകൾ വാങ്ങി കൂട്ടുക കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതുപോലെ എല്ലാ ആഴ്ചയും ഫ്രീ പ്ലാന്റിൻ്റെ വീഡിയോ ദൈവം സഹായിച്ചാൽ ചെയ്യാം. അപ്പോൾ ഏത് പ്ലാന്റാണെന്നൊക്കെ വരുന്ന വഴിയേ പറയാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്തിനാണ് ഈ കൂടൊക്കെ നിറച്ച് വെച്ചേക്കുന്നത് എന്നല്ലേ, മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു 30 അല്ല കേട്ടോ, 40 മേളിൽ എന്തോ കവറുകൾ ഞാൻ ഫുള്ളിപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ 10 മണിയുടെ കട്ടിങ്ങുകൾ നടാൻ വേണ്ടിയിട്ടാണോ. ഇതിപ്പോൾ ഞാൻ ഓരോരോ കളറുകൾ തിരിച്ച് നമ്മളിങ്ങനെ ട്രെയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ. ഇതെല്ലാം അപ്പോൾ ഇവരെല്ലാം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് മാറ്റി നടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫ്രീ പ്ലാന്റ് എന്നറിയാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഒരു പക്ഷേ പോകാം. സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. സ്കിപ്പ് ചെയ്താൽ ഇപ്പോൾ യൂട്യൂബിൽ അപ്പം തന്നെ പരസ്യം വരുള്ളൂ. 1 അല്ല 2 സ്കിപ്പ് ചെയ്താൽ അപ്പം തന്നെ പരസ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പോകണ്ട, വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം റൂട്ട് പിടിച്ചതാണ്. അപ്പോൾ എന്നിട്ടിതാ ഞാൻ ഇതിലേക്ക് മാറ്റി നടുവാണ്. ഇത് ഓരോന്നും കളർ അനുസരിച്ച് അപ്പോൾ നടുവാകുമ്പോൾ നമുക്ക് പിന്നീട് കട്ടിങ് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പക്ഷേ ഏതൊക്കെ കളറാണെന്ന് എനിക്ക് നിശ്ചയമില്ല കേട്ടോ. പൂക്കൾ വിരിഞ്ഞാലേ അറിയുള്ളൂ. നമ്മളിതാ ഇവിടെ എല്ലാം ഇങ്ങനെ മാറ്റി നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് റെഡിയാക്കണം. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമുക്ക് ഇത് വെക്കാൻ ഒരുപാട് ഏരിയ എനിക്ക് പറ്റത്തില്ല. കാരണം ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വേണമല്ലോ. ബാഹുബലി പോലെ 2 കട്ടയൊക്കെ എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ നടക്കില്ല. അതിനുള്ള കപ്പാസിറ്റി ആരോഗ്യമൊന്നും ഇല്ല. എന്തായാലും ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് പഴയ വീട് പൊളിച്ചതിൻ്റെ കട്ടയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇടിച്ചൊന്ന് ലെവലാക്കി എടുക്കണം. എങ്കിലല്ലേ നമ്മൾ വെക്കുമ്പോൾ ഒരു ഭംഗിയും വൃത്തിയും തറയിൽ ഉറച്ചൊക്കെ ഇരിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ പഴയ ടൈപ്പ് കട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കൂട്ട് ഹോളുള്ള കട്ട ഇല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് ഈ ഹോളിൻ്റെ അകത്ത് വല്ല പാമ്പോ പഴുതാരിയോ ഒച്ചൊക്കെ കയറി ഇരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് മണ്ണ് കുഴച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും കയറിയിരിക്കില്ലല്ലോ. നമ്മളിത് ഓരോന്നും ഇങ്ങനെ കുത്തിച്ചാരി അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കയറിയില്ല നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമ്മളിതെല്ലാത്തിൻ്റെ ഹോളൊന്ന് നന്നായിട്ട് ചെളി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് വെയിലത്ത് വെച്ചെന്ന് ഇതുപോലെ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി ഒന്ന് സ്റ്റാൻഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടയാകുമ്പോൾ പെട്ടെന്നൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യത്തെ വെച്ചിട്ടുണ്ട്. ഒരു 3 നിര നമുക്ക് വെക്കണം കേട്ടോ, എങ്കിലാണ് മുഴുവനായിട്ട് വെച്ച് തികയുള്ളൂ. ഇത് കുഞ്ഞ് കവറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ കട്ടിങ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി നടുവാണെങ്കിൽ നമുക്ക് വലിയതായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് പഴയ വീടിൻ്റെ നമ്മുടെ കട്ടളയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്, 2 എണ്ണം വെച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിക്കണം. ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ തടി ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന പോലെ കുറേ നാൾ വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു 2-3 നിര വെക്കണം കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഇഷ്ടികയും കൂടെ നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഏത് പ്ലാന്റാണ് എന്നുള്ള കാര്യം മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിനി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ട് പരിപാടി അതൊക്കെ തന്നെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലുള്ളത് ആദ്യമൊക്കെ ഒന്ന് പെറുക്കി എല്ലാം വെക്കണം. ഇപ്പോൾ ഒന്ന് അടുപ്പിച്ചാട്ടോ വെക്കുന്നത്. പിന്നീട് എന്നിട്ട് വേണം നമുക്കിതൊന്ന് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ 2 കളറുകളോ ഒരേ കവറിൽ പല കവറിൽ ഇങ്ങനെ ഒരേ കളറൊക്കെ വിരിയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മാറ്റിയൊക്കെ കൊടുക്കുകയും ചെയ്യണം. അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്.
അപ്പോൾ ദാ നമ്മളിത് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു നിരയും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് 10 മണിയുടെ കട്ടിങ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് കളറും കൂടെ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചപ്പോൾ ദാ ഇത്രയും പ്ലാന്റുകൾ നമുക്കായിട്ടുണ്ട്. ചിലതിലൊക്കെ പയ്യെ പയ്യെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണേ. ഇതിങ്ങനെ കട്ടയായിട്ടുള്ളതിൻ്റെ മാത്രമായിട്ട് കുറച്ച് ഒരു 10-20 കളറും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കയ്യിലുള്ള കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിരിഞ്ഞ് പൂക്കളായി വരുമ്പോൾ നമുക്കതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലോ. ഭയങ്കര ഒരു പൂന്തോട്ടമായിട്ട് മാറാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അറിയില്ല എത്രത്തോളം എത്തുമോ എന്തോ, നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നമ്മുടെ കുറച്ച് റോസ് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിളിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പന വരെ പോയായിരുന്നേ. അപ്പം അന്നേരം വാങ്ങിയതാണ് കേട്ടോ, മിറാക്കിൾ ഫാം ഹൗസിൽ നിന്ന്. ആളെൻ്റെ ഒരു അങ്കിളും കൂടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കുറച്ച് ഓറഞ്ചും ഇതൊക്കെ വാങ്ങിയിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ചാനലിൽ കണ്ട്. പിന്നെ ഇവിടെ എൻ്റെ താമര പാടെ പരാജയമായതുകൊണ്ട് ഞാൻ ആ പോട്ട് തുളച്ചിട്ട് അതിൻ്റെ അതിങ്ങനെ മിക്സഡ് കളറായിട്ട് 10 മണി ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിറച്ചും പൂവായിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ, ഇങ്ങനെ മിക്സഡായിട്ട് കളർ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു 3 പോട്ടിൻ്റെ അകത്ത് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ഫ്രീ പ്ലാന്റിൻ്റെ കാര്യം. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നിലവിലെ ദൈവം സഹായിച്ച ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കമൻറ്റിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വാങ്ങുക. അപ്പോൾ എന്നിട്ട് ആ ആൾക്ക് നമുക്ക് ഒരു സമ്മാനം കൊടുക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സമ്മാനം എന്ന് പറഞ്ഞാൽ ചെടിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ജിഫിയിലാണ് ഇപ്പോൾ പ്ലാന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി കളറില്ല, 3-4 കളറൊക്കെ വെച്ചാണ് ഇപ്പോൾ നമുക്ക് റെഡിയായി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റൂട്ടിറങ്ങി തുടങ്ങിയതാണ്. അപ്പം ഇതുവരെ സെയിലിനുള്ള വീഡിയോസ് നമ്മൾ ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലിരിക്കുന്നതിനൊക്കെ നമുക്കിങ്ങനെ ഓർഡറായി ഇരിക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അടുത്ത സെക്ഷനൊക്കെ റെഡി ആയിട്ട് വേണം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മുട്ടൊക്കെ ആയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രീ പ്ലാന്റിൽ വരുന്ന ഒരുപക്ഷെ നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസോ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈഡൽ വേവോ അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ നമ്മുടെ നാടൻ പെറ്റൂണിയയുടെ ഡബിളില്ലേ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആർക്ക് ഇതൊക്കെ കിട്ടണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇതുപോലെ കൊല കുത്തി പോവുണ്ടാവും കേട്ടോ നമ്മുടെ ഇതിൽ കേട്ടോ, ബോൾസം പ്ലാന്റിൽ ഇതുണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ജിഫിയിൽ നമ്മുടെ തൈകൾ റെഡിയായിക്കൊണ്ട് ഇരിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഫ്രീ പ്ലാന്റ് കിട്ടുന്ന ഏത് പ്ലാന്റാണെന്നല്ലേ, നമ്മുടെ ഫ്രീസിയയുടെ ബൾബാണ് കേട്ടോ കിട്ടാൻ വേണ്ടി പോകുന്നത്. വെറും ബൾബല്ല, ഇതുപോലെ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയ ബൾബാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരാൾക്കാണ് കേട്ടോ. ഒരാൾക്ക് 2 ബൾബായിരിക്കും തരുന്നത്. അപ്പോൾ പക്ഷേ ഇതിൽ കളർ ഏതാണെന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം മിക്സഡാണ്. പിങ്കാണോ ഏത് കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും പിങ്കായിരിക്കും കിട്ടുന്നത്, കാരണം പിങ്കായിരുന്നു എൻ്റെ കയ്യിൽ കൂടുതൽ ബൾബ് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീസിയയുടെ ബൾബ്. ഫ്രീസിയയുടെ ബൾബ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് കുഞ്ഞ് ബൾബാണല്ലോ. ഒരു ബൾബിന് 50 രൂപയാണ് കേട്ടോ ബൾബിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ 2 ബൾബാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരാൾക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് നറുക്കിട്ടെടുത്താൽ പോരുന്നത്, കാരണം നമുക്ക് കമൻറ്റിൽ വരുന്ന ഇപ്പോൾ ആരുടെയും പേരല്ല, അതിൻ്റെ ഐഡി ആയിട്ടാണ് വരുന്നത്. അത് എഴുതി നമുക്ക് നറുക്കിടുക എന്ന് പറയുമ്പോൾ നമുക്ക് പാടാണ്. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾക്ക് കൂടുതൽ ലൈക്കുകൾ നേടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ആ കമൻറ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പ്രത്യേകിച്ചല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിന് കൂടുതൽ ലൈക്കുകൾ നിങ്ങൾ തന്നെ നേടിയെടുക്കുക. നമ്മുടെ ഫ്രണ്ട്സിലേക്കോ ആരിലേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്തിട്ട് ഇന്ന കമൻറ്റിനെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീസിയയുടെ ബൾബാണ് ഇത്തവണ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, അടുത്ത തവണ ഒരുപക്ഷെ മൾട്ടി പെറ്റൽ ബോൾസോ അല്ലെങ്കിൽ നമ്മുടെ ടൈഡൽ വേവോ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ പെറ്റൂണിയോ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകളായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് നാളെ രാവിലെ 10 മണി തൊട്ട് ശനിയാഴ്ച രാവിലെ 10 മണി വരെ ആയിരിക്കും സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് എനിക്ക് അയക്കാമല്ലോ. അപ്പോൾ ഈ വേര് വന്നായിട്ട് നമ്മൾ DTDC വഴി അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റൽ കൊറിയറോ സ്പീഡ് ആൻഡ് സേഫോ ഏതെങ്കിലും വഴിയായിരിക്കും അയക്കുന്നത്. അത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഏതാണോ താല്പര്യം അതുവഴിയായിരിക്കും കേട്ടോ നമ്മൾ
അയക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രീസിയയുടെ പൂക്കളും കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം.